Dear students, we were discussing about inference mechanisms used in rule-based expert systems. എക്സ്പേർട്ട് സിസ്റ്റം എന്താണെന്ന് നിങ്ങൾക്കറിയാം. അത് ഒരു എക്സ്പേർട്ടിനെ റീപ്ലേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിട്ടുള്ള സിസ്റ്റമാണ് എക്സ്പേർട്ട് സിസ്റ്റം. ഈ സോഫ്റ്റ്വെയർ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെ? പല കമ്പോണൻസ് കൂട്ടി യോജിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അതിലെ പ്രധാനപ്പെട്ട രണ്ട് കമ്പോണൻസ് ആണ്. ഒന്ന് നോളജ് ബേസ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. രണ്ട് ഇൻഫറൻസ് എഞ്ചിൻ. ഇൻഫറൻസ് എഞ്ചിനാണ് നമ്മുടെ ബ്രെയിനിലെ പ്രോസസ്സിംഗ് സെൻറ്റർ. അതുപോലെ സോഫ്റ്റ്വെയറിനകത്ത് പ്രോസസ്സ് ചെയ്യപ്പെടുന്ന പ്രോഗ്രാംസിൻ്റെ കളക്ഷനാണ് ഇൻഫറൻസ് എഞ്ചിൻ. ഇൻഫറൻസ് എഞ്ചിൻ നോളജ് ബേസുമായിട്ട് ഇൻ്ററാക്ട് ചെയ്ത് വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഡിസിഷനിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, ഇൻഫറൻസ് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇൻഫറൻസ് എഞ്ചിൻ രണ്ട് രീതിയിൽ വർക്ക് ചെയ്യും. ഒന്ന് ഫോർവേഡ് റീസണിങ് പ്രോസസ്സ്, രണ്ട് ബാക്ക്വേർഡ് റീസണിങ് പ്രോസസ്സ്. മറ്റൊരു പേര് ഫോർവേഡ് ചെയിനിങ് ഓർ ബാക്ക്വേർഡ് ചെയിനിങ്. ഈ രണ്ട് അപ്രോച്ചസിൽ വർക്ക് ചെയ്യുന്ന ഇൻഫറൻസ് എഞ്ചിനുണ്ട്. നമ്മളൊരു എക്സ്പേർട്ട് സിസ്റ്റം എടുത്താൽ ഇതിലെ ഏതെങ്കിലും ഒരു മെത്തേഡിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ഇനി ഒരു എക്സ്പേർട്ട് സിസ്റ്റം ഫോർവേഡ് ചെയിനിങ് പ്രോസസ്സിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇനിഷ്യൽ ഫാക്ട്സിൽ നിന്ന് നമുക്ക് കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയെന്ന് കഴിഞ്ഞ ട്യൂട്ടോറിയൽസിൽ നിങ്ങൾ പഠിച്ചു. അതായത് ഒരു ഡോക്ടറുടെ മുന്നിൽ ഒരു പേഷ്യൻ്റ് പോയി ഇരിക്കുകയാണെങ്കിൽ ആ ഡോക്ടറിൻ്റെ അടുത്ത് ഇനിഷ്യലായിട്ട് അയാൾ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ പറയണം. ആ ബുദ്ധിമുട്ടുകളെയാണ് ഇനിഷ്യൽ ഫാക്ട്സ് എന്ന് പറഞ്ഞത്, ഇനിഷ്യൽ ട്രൂത്ത്സ് എന്ന് പറയുന്നത്. ആ ഇനിഷ്യൽ ട്രൂത്ത്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഡോക്ടർ വർക്കിംഗ് ആരംഭിക്കുന്നത്. അയാൾ ഫർദർ ക്വസ്റ്റ്യൻസ് ചോദിക്കും, അയാൾ ചില കാര്യങ്ങൾ ബ്രെയിനിൽ ചിന്തിക്കും. അങ്ങനെ പല ചോദ്യങ്ങളും പല ടെസ്റ്റുകളും നടത്തി അയാൾ ഫൈനലായിട്ട് കൺക്ലൂഷനിൽ എത്തിച്ചേരും. എന്ത് അസുഖമാണ്, അതിൻ്റെ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു. അത് സോഫ്റ്റ്വെയറിൻ്റെ കേസിലാകുമ്പോൾ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യണമെങ്കിൽ ഇനിഷ്യൽ ഫാക്ട്സ് നമ്മൾ യൂസർ ഇൻ്റർഫേസ് വഴി കൊടുക്കണം. ആ യൂസർ ഇൻ്റർഫേസ് വഴി കൊടുത്ത ഇനിഷ്യൽ ഫാക്ട്സ് വർക്കിംഗ് മെമ്മറിയിൽ കീപ്പ് ചെയ്ത് വെച്ചിട്ടാണ് ഇൻഫറൻസ് എഞ്ചിൻ നോളജ് ബേസുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഫോർവേഡ് ചെയിനിങ്ങിലാണെങ്കിൽ ഇനിഷ്യൽ ഫാക്ട്സിൽ നിന്ന് റൂൾസിൽ സെർച്ച് ചെയ്തിട്ടാണ് ഏത് റൂളൊക്കെയാണ് ട്രിഗർ ചെയ്യേണ്ടുന്നത്, ഏത് റൂളാണ് ഫയർ ചെയ്യേണ്ടുന്നത്. ഫയർ ചെയ്ത് കഴിയുമ്പോഴത്തേന് ഫാക്ട്സിലേക്ക് ആക്ഷൻ പാർട്ടിലെ കമ്പോണൻസ് ആഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെ ഫൈനലി കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നു. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിലെ ട്യൂട്ടോറിയൽ. നിങ്ങൾ നല്ല രീതിയിൽ രണ്ടോ മൂന്നോ ആവർത്തി കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കി എടുക്കാവുന്നത്. ഇനി ബാക്ക്വേർഡ് ചെയിനിങ് പ്രോസസ്സ് ആണെങ്കിൽ എങ്ങനെ? ഇതാണ് ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത്. ഹൗ ഡസ് ആൻ ഇൻഫറൻസ് എഞ്ചിൻ റീച്ച് കൺക്ലൂഷൻ യൂസിങ് ബാക്ക്വേർഡ് ചെയിനിങ് പ്രോസസ്സ്? ഇൻ ബാക്ക്വേർഡ് ചെയിനിങ് വി സ്റ്റാർട്ട് ഫ്രം എ കൺക്ലൂഷൻ. ബാക്ക്വേർഡ് ചെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺക്ലൂഷനിൽ നിന്ന് ഈ കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ ആവശ്യമായിട്ടുള്ള കണ്ടീഷൻസ് ഫാക്റ്റ് ഡാറ്റാബേസിലുണ്ടോ, അല്ലെങ്കിൽ ഇനീഷ്യൽ ഫാക്ട്സിലുണ്ടോ, അല്ലെങ്കിൽ ഫാക്റ്റ് കളക്ഷനിലുണ്ടോ, ഈ അപ്രോച്ചാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൺക്ലൂഷനിൽ വെച്ചാണ്. മറ്റേതാണെങ്കിൽ ഇനീഷ്യൽ ഫാക്ട്സ് വെച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്, ഫോർവേഡായിട്ട് പോവുകയാണ്. അതായത് ഇനീഷ്യൽ ഫാക്റ്റിൽ രണ്ട് ഘടകങ്ങളുണ്ട്, എയും ബിയും ഉണ്ട്. ഈ എയും ബിയും വരുന്ന കണ്ടീഷൻസ് ഉള്ള റൂൾസ് ഉണ്ടോ എങ്കിൽ ആ റൂളിൽ ഏതെങ്കിലും ഒരു റൂള് ഫയർ ചെയ്യുകയും ആ ആക്ഷൻ പാർട്ട് വീണ്ടും ഡാറ്റാബേസിൽ ആഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ തിരിച്ചാണ്. കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗോള് പിന്നെ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ആ ട്രൂ ആകാൻ വേണ്ടുന്ന കണ്ടീഷണൽ കമ്പോണൻസ് ഇനിഷ്യൽ ഫാക്റ്റിൽ ഉണ്ടോ എന്ന് നോക്കി തിരിച്ചാണ് പോകുന്നത്. സോ ഇൻ ബാക്ക്വേർഡ് ചെയിനിങ് വി സ്റ്റാർട്ട് ഫ്രം എ കൺക്ലൂഷൻ. ദിസ് ഈസ് ദ ഹൈപ്പോത്തസിസ് വി വിഷ് ടു പ്രൂവ്. അപ്പോൾ പ്രൂവ് ചെയ്യപ്പെടേണ്ടുന്ന ഗോൾ അഥവാ ഹൈപ്പോത്തസിസ് ആണ് നമ്മൾ പിന്നെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. We aim to show how that conclusion can be reached from rules and facts in the database. ആ ഡാറ്റാബേസിലുള്ള റൂൾ ഡാറ്റാബേസിലും ഈ ഫാക്ട്സ് ഉപയോഗിച്ച് ഈ കൺക്ലൂഷനിൽ എങ്ങനെ എത്തിച്ചേരാം എന്ന് ആണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ദ കൺക്ലൂഷൻ വി ആർ എയിമിങ് ഈസ് കോൾഡ് ആസ് എ ഗോൾ. അപ്പോൾ നമുക്ക് കൺക്ലൂഷനെ ഗോൾ എന്ന് വിളിക്കാം. സോ റീസണിങ് ഇൻ ദിസ് വേ ഈസ് നോൺ ആസ് ഗോൾ ഡ്രിവൺ റീസണിങ്.
അപ്പോൾ മറ്റേത് ഡാറ്റ ഡ്രിവൺ റീസണിങ് ആണ്. ഫാക്ട്സ് ഉപയോഗിച്ച് മുന്നോട്ട് പോയി നമ്മൾ കൺക്ലൂഷനിൽ എത്തിച്ചേരും. ഇവിടെ തിരിച്ച് ഗോളിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഫൈനലായിട്ട് കൺക്ലൂഷനിൽ എത്തിച്ചേരും. അതുകൊണ്ട് ഇതിനെ ഗോൾ ഡ്രിവൺ റീസണിങ് എന്ന് പറയും. സോ കൺസിഡർ ദ ഫോളോയിങ് എക്സാമ്പിൾ. അപ്പോൾ നിങ്ങൾക്ക് ബാക്ക്വേർഡ് ചെയിനിങ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുക. ദിസ് എക്സാമ്പിൾ ഈസ് എക്സ്പ്ലെയിൻഡ് യൂസിങ് ഇനിഷ്യൽ ഫാക്ട്സ്, റൂൾസ് ആൻഡ് ഗോൾ. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയേണ്ടുന്ന കാര്യങ്ങൾ നേരത്തെ പോലെ ഫാക്ട്സ്, ഇനിഷ്യൽ ആയിട്ടുള്ള ഫാക്ട്സ്, ഡോക്ടറുടെ മുന്നിൽ രോഗി വന്ന് പറയുന്ന ഇനിഷ്യൽ ഫാക്ട്സ്. റൂൾസ് എന്ന് പറയുന്നത് ഡോക്ടറുടെ ബ്രെയിനിൽ സൂക്ഷിച്ചിരിക്കുന്ന നോളജാണ് റൂളിൻ്റെ ഫോമിൽ. ഗോൾ എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക സീസണിലാണ് ഒരു രോഗി ഒരു ഡോക്ടറുടെ അടുത്ത് എത്തിച്ചേരുന്നതെന്ന് വെച്ചോ. അപ്പോൾ ഒരു ഡെങ്കിപ്പനിയുടെ ഒരു സമയമാണെന്ന് വെച്ചോ. അപ്പോൾ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലിരിക്കുന്ന ഡോക്ടർമാർ ആ ഇനിഷ്യൽ കണ്ടീഷൻ ഇവരങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പം തന്നെ മനസ്സിൽ അയാളുടെ സംശയം എന്ന് പറഞ്ഞാൽ ഡെങ്കിപ്പനിയാണോ. അപ്പോൾ ഡെങ്കിപ്പനി എന്നുള്ള കൺക്ലൂഷനിൽ വെച്ചിട്ടാണ് ഇതുണ്ടോ ഇല്ലയോ എന്ന് ഫൈനലൈസ് ചെയ്യാൻ പോകുന്ന ഡോക്ടർ. അപ്പം ഗോളെന്ന് പറയുന്നത് ഇയാളുടെ ബ്രെയിനിൽ ആദ്യം വരുന്ന ഇയാൾക്ക് ഡെങ്കിപ്പനിയാണോ, അത് ആണോ അല്ലയോ എന്ന് എത്തിച്ചേരാൻ വേണ്ടി അയാൾ ചെയ്യുന്ന ആ പ്രോസസ്സാണ് ബാക്ക്വേർഡ് ചെയിനിങ്ങിൽ പോകുന്നത്. അങ്ങനെ ചിന്തിക്കും. ഇനി പിന്നെ ഫോർവേഡ് ചെയിനിങ്ങിലാണെങ്കിൽ നിങ്ങൾ എന്നിട്ട് അസുഖം പറയുമ്പോൾ ഡെങ്കിപ്പനി എന്നൊരു കൺക്ലൂഷനെ കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല ഡോക്ടർ. നേരെ മറിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് മുന്നോട്ട് പോയിട്ട് ഒരു അസുഖത്തിൽ എത്തിച്ചേരുകയാണ്. നേരെ മറിച്ച് ബാക്ക്വേർഡ് ചെയിനിങ്ങിലാണെങ്കിൽ ഒരു ഗോൾ മനസ്സിൽ തടഞ്ഞു വെച്ചിട്ടുണ്ട്, ഇതാണോ അല്ലയോ എന്ന് പ്രൂവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വേറെ കണ്ടുപിടിക്കാം. So here in this example, in the left side facts are given A, B, F and below rules are given. Rules പഴയ rules തന്നെ. A and B implies C, A implies D, C and D implies E, B and E and F implies G, A and E implies H, D and E and H implies I. ഇതെന്താണ്? സിംബോളിക് ആയിട്ട് നിങ്ങളെ കുറേ റൂൾസ് കാണിച്ചിരിക്കുക. ഇത് യഥാർത്ഥത്തിൽ എയും ബിയും ഒക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ ലോജിക്ക് പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ആ സ്റ്റേറ്റ്മെൻറ്റ് കമ്പോണൻറ്റിനെയാണ് എ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇഫ് ദ പേഷ്യൻ്റ് ഈസ് ഹാവിങ് ഹൈ ഫീവർ, പേഷ്യൻ്റ് ഈസ് ഹാവിങ് ഹൈ ഫീവർ ആയിരിക്കും എ. ആൻഡ് ദ പേഷ്യൻ്റ് ഈസ് ഹാവിങ് ഹെഡ് ഏക്ക്, അതായിരിക്കും ബി. പേഷ്യൻ്റ് ഈസ് ഹാവിങ് ഹെഡ് ഏക്ക്. ദെൻ സി എന്ന് പറഞ്ഞ കൺക്ലൂഷനിൽ എത്തിച്ചേരുക. ദെൻ ഹി ഹാസ് ഫീവർ. അപ്പോൾ ഹി ഹാസ് ഫീവർ ആണ് സി. അത് മൊത്തം എഴുതാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ബാക്ക്വേർഡ് ചെയിനിങ് പ്രോസസ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സിംബോളിക് ഫോമിൽ റൂൾസ് എഴുതിയിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം 6 പ്രധാനപ്പെട്ട റൂൾസ് അടങ്ങുന്ന ഒരു ഡാറ്റാബേസ് ആണ് നമ്മളുടെ കയ്യിലുള്ളത് എന്നാണ് ഈ എക്സാമ്പിളിൽ പറയുന്നത്. ഈ 6 റൂൾസ് ഉപയോഗിച്ച് ഇനിഷ്യൽ ഫാക്ട്സ് ഉപയോഗിച്ച് ബാക്ക്വേർഡ് ചെയിനിങ് പ്രോസസ്സിൽ കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നമ്മൾ കൺക്ലൂഷൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഡോക്ടർ ഡെങ്കിപ്പനി എന്ന് പറഞ്ഞാൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദ പേഷ്യൻ്റ് ഈസ് ഹാവിങ് ഡെങ്കു ഫീവർ. അതാണ് കൺക്ലൂഷൻ എച്ച് എന്ന് പറയുന്നതെന്ന് വെച്ചോ. അപ്പോൾ എച്ച് നമ്മൾ പ്രത്യേകമായിട്ട് മാർക്ക് ചെയ്ത് ഒരു കോണി വെക്കുന്നു. ഇപ്പോൾ ഫാക്ട്സ് ഉണ്ട്, റൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ ഗോൾ ഓർ ഹൈപ്പോത്തസിസ് ഉണ്ട്. ഇനി വർക്കിംഗ് നോക്കി. ഒരു അൽഗോരിതം ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിനെ ബാക്ക്വേർഡ് ചെയിനിങ് അൽഗോരിതം എന്ന് പറയും. ആദ്യം ഞാൻ ആ 7 സ്റ്റെപ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്റ്റെപ്പ് 1, സ്റ്റാർട്ട് വിത്ത് എ പോസിബിൾ ഹൈപ്പോത്തസിസ് സേ എച്ച്. ഡോക്ടറുടെ മനസ്സിൽ ഒരു കൺക്ലൂഷൻ ആദ്യം ഒരു കോണിൽ വെക്കണം. അതിനെയാണ് ഹൈപ്പോത്തസിസ് അഥവാ ഗോൾ എച്ച് എന്ന് പറയുന്നത്. യു ഹാവ് ടു സ്റ്റാർട്ട് വിത്ത് ദാറ്റ് ഗോൾ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ആ ഗോളും ട്രൂ ആവുകയാണെങ്കിൽ അതിൻ്റെ മരുന്ന് കൊടുത്താൽ മതി, അല്ലെങ്കിലല്ലേ വേറെ എന്തെങ്കിലും അസുഖമാണെന്ന് കണ്ടുപിടിക്കേണ്ടേ ഉള്ളൂ. സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് സ്റ്റോർ ദ ഹൈപ്പോത്തസിസ് ഇൻ ദ വർക്കിംഗ് മെമ്മറി. ഇങ്ങനെ ഗോളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഗോളായിട്ട് നമ്മൾ വിചാരിക്കുന്ന ഹൈപ്പോത്തസിസിനെ ആ എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് മെമ്മറി, കേസ് ഡാറ്റ വെക്കുന്ന വർക്കിംഗ് മെമ്മറിയിൽ കൊണ്ടുപോയി വെക്കണം. എലോങ് വിത്ത് ദ അവൈലബിൾ ഫാക്ട്സ്. ഫാക്ട്സും മറ്റൊരു കോണി വെക്കണം. അപ്പോൾ വർക്കിംഗ് മെമ്മറിയിൽ ഗോള് മാറ്റി വെച്ചിട്ടുണ്ട്, ഫാക്റ്റുകൾ എന്തെല്ലാം ആണോ പറഞ്ഞിരിക്കുന്നത് അതും മാറ്റി വെക്കണം. ഓൾസോ കൺസിഡർ എ റൂൾ ഇൻഡിക്കേറ്റർ ക്യാപിറ്റൽ ആർ ആൻഡ് സെറ്റ് ടു നൾ. നമ്മൾ അൽഗോരിതം വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് പോലെ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ഒരു
വേരിയബിൾ നമ്മൾ റൂൾ ഇൻഡിക്കേറ്റർ അവിടെ റൂൾ 1, റൂൾ 2, റൂൾ 3, റൂൾ 4, റൂൾ 5, റൂൾ 6 ഇത് മാറി മറിഞ്ഞ് വരും. അത് സ്റ്റോർ ചെയ്യാനാണ് ക്യാപിറ്റൽ R ഉള്ളത്. ഇനീഷ്യലായിട്ട് അത് നള്ളായിട്ട് ഡിഫൈൻ ചെയ്യുക. നൗ സ്റ്റെപ്പ് 3, ഇഫ് H ഈസ് ഇൻ ദ ഇനീഷ്യൽ ഫാക്ട്സ് ദ ഹൈപ്പോത്തസിസ് ഈസ് പ്രൂവൺ, ഗോ ടു സ്റ്റെപ്പ് 7. അപ്പോൾ നമ്മൾ വർക്കിംഗ് ആരംഭിക്കുക. 1, ഗോൾ അറിയാം H, ഇനീഷ്യൽ ഫാക്ട്സ് കയ്യിലുണ്ട്. ഓക്കെ, ഇനി ആദ്യം നമ്മൾ നോക്കേണ്ടത് H ആണ് നമ്മളുടെ കൺക്ലൂഷൻ. ഈ H ഇനിഷ്യൽ ഫാക്ട്സിൽ ഉണ്ടോ എന്ന് നോക്കണം. ഇനിഷ്യൽ ഫാക്ട്സിൽ H ഉണ്ടോ? ഇപ്പം നമ്മളുടെ ഈ എക്സാമ്പിളിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? ABF, അവിടെ H ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇനിഷ്യൽ ഫാക്ട്സിൽ H ഇല്ല. നേരെ മറിച്ച് ABH ആണ് കിടക്കുന്നതെങ്കിൽ ഇനിഷ്യൽ ഫാക്ട്സ് ഇനിഷ്യലായിട്ട് തന്നെ എനിക്ക് ABH ഇന്ന കാര്യങ്ങളുണ്ട് എന്ന് ഒരു രോഗി പറയുകയാണ്, അല്ലെങ്കിൽ ഡോക്ടർ കണ്ടുപിടിക്കുകയാണെങ്കിൽ പിന്നെ ഫർദറായിട്ട് പ്രോസസ്സിങ്ങിൻ്റെ ആവശ്യമില്ല. ഇയാൾക്ക് H ഉണ്ടെന്ന് നമ്മൾ കണക്കാക്കി അതിൻ്റെ പിന്നെ മരുന്ന് കൊടുത്താൽ മതി. അതാണ് ഈ പറയുന്നത്. ഇനിഷ്യൽ ഫാക്റ്റിൽ നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ പിന്നെ ചോദ്യമില്ല. ഇനിഷ്യൽ ഫാക്റ്റിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ട്രൂ എന്നർത്ഥം. A ഈസ് ട്രൂ, B ഈസ് ട്രൂ, F ഈസ് ട്രൂ. ഏതാണ് ഈ കാണിച്ചിരിക്കുന്നത്? A ഈസ് ട്രൂ, B ഈസ് ട്രൂ, F ഈസ് ട്രൂ ഫോർ ദിസ് പേഴ്സൺ അല്ലേ? അപ്പോൾ H അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പിന്നെ പ്രോസസ്സ് ചെയ്യണ്ട. നമ്മുടെ വർക്കിംഗ് തീർന്നു, ഡിസിഷൻ വന്നു, H ആണിത്. അല്ലെങ്കിൽ ഇഫ് സ്റ്റെപ്പ് നമ്പർ 4 നോക്കിയേ, ഇഫ് H ഈസ് നോട്ട് ഇൻ ദ ഇനീഷ്യൽ ഫാക്ട്. H ഇനീഷ്യൽ ഫാക്ട്സിൽ ഇല്ല. നമ്മുടെ ഈ എക്സാമ്പിളിനകത്ത് ഇനീഷ്യൽ ഫാക്ടറിൽ ഇല്ല, അത് നമ്മൾ കാണുന്നുണ്ട്. ഫൈൻഡ് എ റൂൾ സേ R ദാറ്റ് ഹാസ് ആക്ഷൻ പാർട്ട് മെൻഷനിങ് ദ ഹൈപ്പോത്തസിസ്. അപ്പോൾ അടുത്തതായിട്ട് ഇൻ കേസ് ഇനീഷ്യൽ ഫാക്ട്സിൽ ഈ H ഇല്ലെന്നുണ്ടെങ്കിൽ ഓർക്കണം, യു ഹാവ് ടു ഫൈൻഡ് എ റൂൾ. R1 മുതൽ R6 വരെയുള്ള റൂള് പരിശോധിക്കണം 1 by 1. അതിൽ ഏത് റൂളിലാണ് H എന്ന് പറയുന്നത് കൺക്ലൂഷൻ പാർട്ടിൽ, ആക്ഷൻ പാർട്ടിൽ വരുന്നത്? അതായത് ഇംപ്ലൈസ് എന്നുള്ള സിമ്പിളിൻ്റെ വലത്തുവശത്ത് H വരുന്ന ഏതെങ്കിലും റൂൾ ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, അതാണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഒരു റൂള് കിട്ടിയെന്ന് വെച്ചോ, എങ്കിൽ ആ റൂളിനെ എന്ത് ചെയ്യണം? സ്റ്റോർ, സ്റ്റെപ്പ് നമ്പർ 5, സ്റ്റോർ R ഇൻ വർക്കിംഗ് മെമ്മറി. ആ പർട്ടിക്കുലർ റൂള് നമ്പർ ഇപ്പോൾ റൂൾ 4 ആണെന്ന് വെച്ചോ, എങ്കിൽ അത് R സ്റ്റോർ ചെയ്ത് വർക്കിംഗ് മെമ്മറിയിൽ സൂക്ഷിക്കണം. ഇനി ചെക്ക് കണ്ടീഷൻ ഓഫ് R ആൻഡ് മാച്ച് വിത്ത് ദി എക്സിസ്റ്റിംഗ് ഫാക്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ റൂൾ നമ്പർ 6 അല്ല റൂൾ നമ്പർ 4 എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തല്ലേ H വരുന്ന ആക്ഷൻ പാർട്ടില്ലേ, അതിൻ്റെ കണ്ടീഷൻ പാർട്ട് നോക്കണം. ആ കണ്ടീഷൻ പാർട്ടിലുള്ളത് ട്രൂ ആകുമ്പോഴാണല്ലോ H എന്ന് പറയുന്നത് ട്രൂ ആവുന്നത്. അങ്ങനെയല്ലേ കണ്ടീഷനിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് ഇഫ് A ആൻഡ് C ദെൻ H എന്നുള്ളതായിരിക്കും റൂൾ. അതുകൊണ്ടല്ലേ നമ്മൾ H എന്നുള്ള കൺക്ലൂഷൻ പാർട്ടുള്ള ഒരു റൂൾ സെലക്ട് ചെയ്തത്. അപ്പം നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? H പ്രൂവ് ചെയ്യുന്നതിന് പകരം A ആൻഡ് B പ്രൂവ് ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്തൊക്കെ കണ്ടീഷൻസ് ഒബേ ചെയ്താലാണ് H ട്രൂ ആവുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് പ്രൂവിങ് H ഡയറക്ട്ലി പ്രൂവ് ചെയ്യാത്തതുകൊണ്ട് ഫാക്ട്സിനകത്ത് ഇല്ല. നേരെ മറിച്ച് എയും ബിയും ഉണ്ടെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ H ഈസ് ട്രൂ ആവുമല്ലോ. അപ്പം നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു പ്രൂവ് ദ കണ്ടീഷൻസ് ഓഫ് R. ആ റൂളിൻ്റെ കണ്ടീഷണൽ പാർട്ടിൽ വരുന്നത് ട്രൂ ആണോ എന്ന് നോക്കിയാൽ മതി. അത് മാച്ച് ചെയ്യുന്ന എക്സിസ്റ്റിംഗ് ഫാക്ട്സ് ഉണ്ടോ എന്ന് നോക്കുക. ഓക്കെ, ഇഫ് മാച്ച്ഡ് ഉണ്ടെന്ന് വെച്ചോ, ഫയർ ദ റൂൾ R ആൻഡ് സ്റ്റോപ്പ്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റൂള് എക്സിക്യൂട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അത് ട്രൂ ആയി. അതർവൈസ് കണ്ടിന്യൂ ടു സ്റ്റെപ്പ് നമ്പർ 4. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? സ്റ്റെപ്പ് നമ്പർ 4ലേക്ക് പോകണം. സ്റ്റെപ്പ് നമ്പർ 4ലേക്ക് പോയിട്ട് H ഈസ് നോട്ട് ഇൻ ദ ഇനിഷ്യൽ ഫാക്ട്, വീണ്ടും ഒരു റൂള് മാച്ച് ചെയ്യുന്നത് കണ്ടുപിടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോകണം. ഈ ഒരു അൽഗോരിതത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫാക്ട്സ് ഉണ്ട്, റൂൾസ് ഉണ്ട്, ഹൈപ്പോത്തസിസ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. റൈറ്റ് സൈഡിൽ ആ ബ്ലാക്ക് കളറിൽ വർക്കിംഗ് ഉണ്ട്. ആ ബ്ലാക്ക് കളറിൽ ആ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക. ഫാക്ട്സ്, ഗോൾസ്, മാച്ചിങ് റൂൾസ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കൈവശമുള്ളത് ഫാക്ട്സ് ആയിട്ട് എഴുതി. ABF നമുക്ക് നോൺ ആണ്. കാരണം എന്താ? രോഗി ഡോക്ടറുടെ കൂടെ പറയുകയാണ് ഐ ഹാവ് AB ആൻഡ് F കണ്ടീഷൻ. അത് AB ആൻഡ് F അവിടെ എഴുതി. ഇനി നമ്മുടെ ഗോൾ എന്താ? അതാണ് രണ്ടാമത്തെ കോളത്തിൽ എഴുതേണ്ടത്. ഗോൾ അവിടെ നമ്മൾ എഴുതി H ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ചോദ്യം, ഈ H എന്ന് പറയുന്നത് ഇനിഷ്യൽ ഫാക്ട്സിലുണ്ടോ? ഇല്ല. A ഉണ്ട്, B ഉണ്ട്, F ഉണ്ട്, H ഇല്ല. അങ്ങനെയാണെങ്കിൽ എന്താ നമ്മുടെ അൽഗോരിതം പറയുന്നത്? ഫൈൻഡ് എ റൂൾ ഇൻ വിച്ച് H ബിക്കംസ് ദ ആക്ഷൻ പാർട്ട്.
എച്ച് ആക്ഷൻ പാർട്ടിലുള്ള റൂൾ ബേസിനകത്തുള്ള ഒരു റൂൾ കണ്ടുപിടിക്കണം. നിങ്ങൾ റൂൾസ് നോക്കിയേ. റൂൾ നമ്പർ 1 ആക്ഷൻ പാർട്ടിൽ എച്ച് ഉണ്ടോ? ഇല്ല. റൂൾ നമ്പർ 2 ആ ഇംപ്ലൈസിന് ശേഷം ഡി അല്ലേ ഉള്ളൂ, എച്ച് ഇല്ല. റൂൾ നമ്പർ 3 എച്ച് ഇല്ല. റൂൾ നമ്പർ 4 ഇംപ്ലൈസിന് ശേഷം ജി ആണ് കിടക്കുന്നത്, എച്ച് ഇല്ല. റൂൾ നമ്പർ 5 നോക്കിയേ, എ ആൻഡ് ഇ ഇംപ്ലൈസ് എച്ച് എന്ന് പറഞ്ഞാൽ എച്ച് ആക്ഷൻ പാർട്ടി വരുന്നുണ്ട്, അപ്പോൾ അവിടെ ഉണ്ട്. റൂൾ നമ്പർ 6 ഇല്ല. അപ്പോൾ ഏത് റൂളിനകത്താണ് ആക്ഷൻ പാർട്ടിൽ എച്ച് ഉള്ളത്? റൂൾ നമ്പർ 5. കണ്ടോ, ആ റൂള് മാച്ച് ചെയ്യുന്നതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഫസ്റ്റ് റോയിൽ എഴുതി. നോക്കിയേ, ABF-H5 ഇത്ര എഴുതിയല്ലോ. ഇനി ഈ റൂൾ നമ്പർ 5 പ്രത്യേകത എന്താ? റൂൾ നമ്പർ 5 പറഞ്ഞിരിക്കുന്നത് എച്ച് ഈസ് ട്രൂ ഇഫ് എ ആൻഡ് ഇ ഈസ് ട്രൂ. എയും ഇയും ഇത് രണ്ടും ട്രൂ ആണെന്നുണ്ടെങ്കിൽ എച്ച് ട്രൂ ആണെന്ന് നമ്മൾ ഇംപ്ലൈ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളുടെ അടുത്ത ലക്ഷ്യം എന്തോ, എച്ച് ഡയറക്റ്റ് പ്രൂവ് ചെയ്യാൻ പറ്റിയില്ല. നമ്മുടെ ഇനിഷ്യൽ ഫാക്റ്റിൽ ഈ പറയുന്ന എയും ഇയും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ശരിയല്ലേ? എ ഇ ഉണ്ട്, ഒന്ന് നോക്കിക്കേ. എന്തൊക്കെയാണ് ഇനിഷ്യൽ ഫാക്റ്റ് കിടക്കുന്നത്? ABF ഉണ്ട്, അതിൽ എ ഉണ്ട്, ഓൾറെഡി ഉണ്ട് ഇല്ലേ? ഇ ഉണ്ടോ? ഇല്ല. അപ്പോഴും നമുക്ക് പറയാൻ ഒക്കുന്നില്ല എച്ച് ട്രൂ ആണെന്ന് നമുക്ക് പറയാൻ ഒക്കുന്നില്ല. എ മാത്രമുണ്ട്, ഇയും കൂടെ ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതുന്നത്, രണ്ടാമത്തെ കേസിൽ എഴുതുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് പ്രൂവിങ് എച്ച് പ്രൂവ് ചെയ്യുന്നതിന് പകരം ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഇ പ്രൂവ് ചെയ്യാനായിട്ട് ഇനി പോയാൽ മതി. എ ഓൾറെഡി ഉണ്ടല്ലോ, ശരി. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇ പ്രൂവ് ചെയ്യാൻ, അതാണ് ഗോൾ എന്ന് പറയുന്നത്. ഇനി ഇ ആണ്. വി ഒള്ളി നീട്ട് ഇ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കിട്ടി, എച്ച് ഉണ്ടെന്ന് കിട്ടി. ഇനി ഇ പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഈ ലിസ്റ്റിലുണ്ടോ? ഇല്ല, ABF ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ആക്ഷൻ പാർട്ട് വരുന്ന ഏതെങ്കിലും റൂൾ ഉണ്ടോ എന്ന് നോക്കണം. നിങ്ങൾ നോക്കിക്കേ, ഏത് റൂളാണ്? റൂൾ നമ്പർ 3 ആക്ഷൻ പാർട്ടിൽ എന്തുള്ളത്? ഇ ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ കേസിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ഷൻ പാർട്ടിൽ ഇ ഉള്ള റൂൾ നമ്പർ 3 അവിടെ മാച്ചിങ് ആയിട്ട് എഴുതണം, ആറിനകത്ത് സ്റ്റോർ ചെയ്യണം. കണ്ടോ, 3 എന്ന് എഴുതി. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഇ ഇപ്പോഴും ലിസ്റ്റിലില്ലല്ലോ, ABF അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇക്ക് പകരം എന്ത് പ്രൂവ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും? ഇ ആവണമെന്നുണ്ടെങ്കിൽ സിയും ഡിയും ട്രൂ ആയാൽ മതി. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വി ഹാവ് ടു പ്രൂവ് സി ഈസ് ട്രൂ ആൻഡ് ഡി ഈസ് ട്രൂ. സിയും ഡിയും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ട്രൂ ആവും. ഇ ട്രൂ ആണെന്നെങ്കിൽ എന്ത് പറ്റും? എച്ച് ട്രൂ ആവും. അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ABF എന്ന് എഴുതിയിട്ട് ഇൻസ്റ്റെഡ് ഓഫ് പ്രൂവിങ് ഇ നമ്മൾ അടുത്ത റോയിൽ എഴുതുന്ന C, D പ്രൂവ് ചെയ്താൽ മതി. കാരണം നമ്മുടെ റൂൾ നമ്പർ 3 കണ്ടീഷൻ പാർട്ടിലുള്ള കമ്പോണൻസ് പ്രൂവ് ചെയ്താൽ ഇ ട്രൂ ആവും. ഓക്കെ, ഇ ട്രൂ ആവുകയാണെങ്കിൽ നമ്മുടെ നേരത്തെ എച്ച് ട്രൂ ആവും. അപ്പോൾ നമ്മളുടെ ഗോൾ എന്ന് പറയുന്നത് മാറ്റണം, ഇ മാറ്റിയിട്ട് C ആൻഡ് D പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ മാറണം. C ആൻഡ് D പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ മാറ്റുമ്പോഴത്തേന് നമ്മൾ നോക്കേണ്ടത്, ആക്ഷൻ പാർട്ടിൽ സിയും ഡിയും ഒരുമിച്ച് വരുന്ന ഏതെങ്കിലും റൂൾ ഉണ്ടോ? ഒന്നാമത്തത് സി ഉണ്ട്, പക്ഷെ ഡി ഇല്ല. രണ്ടാമത്തത് ഡി ഉണ്ട്, പക്ഷെ സി ഇല്ല. ഇനി 3, 4, 5, 6 ഈ പറയുന്നതിനകത്തൊന്നും ഈ പറയുന്ന സിയും ഡിയും ഇല്ല. അപ്പോൾ 2 റൂൾസാണുള്ളത്. ഒന്ന് റൂൾ നമ്പർ 1, 2 റൂൾ നമ്പർ 2. ഓക്കെ, അപ്പോൾ അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒന്ന് എടുക്കണം. അപ്പോൾ ഫസ്റ്റ് കം ഫസ്റ്റ് സർവ് എന്നുള്ള ഓർഡർ നമ്മൾ നോക്കുന്ന ഉടനെ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് 1 ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ റൂള് രണ്ടാമത്തെ റൂളും ആപ്ലിക്കബിൾ ആകാം. പക്ഷേ നമ്മൾ മാച്ചിങ് എന്ന് പറഞ്ഞ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഓർഡർ അനുസരിച്ച് നോക്കുമ്പോൾ ഒരെണ്ണം മാത്രമേ മാച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് മാച്ച് ചെയ്യുന്ന റൂൾ നമ്പർ 1 നമ്മൾ സെലക്ട് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 1ൻ്റെ പിന്നെ കണ്ടീഷണൽ പാർട്ട് നോക്കുക. എന്താ കണ്ടീഷണൽ പാർട്ട്? സി പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് പ്രൂവ് ചെയ്താൽ മതി? എ ആൻഡ് ബി പ്രൂവ് ചെയ്താൽ മതി. എ ആൻഡ് ബി പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഇനിഷ്യൽ ഫാക്ട്സ് നോക്കുകയാണ്. നിങ്ങളൊന്ന് നോക്കിക്കേ, എയും ബിയും ഓൾറെഡി ഉണ്ട്. അപ്പോൾ എയും ബിയും ഓൾറെഡി ഉണ്ടെങ്കിൽ ഇനി വല്ല ഇതുണ്ടോ? സി ട്രൂ ആയല്ലോ. ഓക്കെ, സി ട്രൂ ആയി. അപ്പോൾ സിയെ നമ്മൾ എന്ത് ചെയ്തു? ഫാക്റ്റിൻ്റെ കൂട്ടത്തിൽ ഇട്ടു. ഇനി എന്തും കൂടെ ആഡ് ചെയ്യണം, പ്രൂവ് ചെയ്യണം, ഡിയും കൂടെ പ്രൂവ് ചെയ്യണം. സി ട്രൂ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഡി പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇനിഷ്യൽ ഫാക്ട്സിൽ എ, ബി, ഇപ്പോൾ ആഡ് ചെയ്യപ്പെട്ട ട്രൂ ആയതുകൊണ്ട് ആഡ് ചെയ്ത് C, F 4 കാര്യങ്ങൾ ട്രൂ ആയിട്ട് കിടപ്പുണ്ട്. ഇനി നമ്മുടെ പ്രൂവ് ചെയ്യണമെങ്കിൽ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ഡി പ്രൂവ് ചെയ്താൽ മതി. സി പ്രൂവ് ചെയ്തു. ഡിയും കൂടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഡി സത്യമാണ്, സി സത്യമാണ്. ഡിയും സിയും സത്യമാണെങ്കിൽ ഇ ട്രൂ ആണ്, ഇ ട്രൂ ആണെങ്കിൽ എച്ച് ട്രൂ ആണ്. നമുക്ക് എച്ച്
ട്രൂ ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡി പ്രൂവ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുന്നു. ഡി പ്രൂവ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ഏത് റൂളാണ് ആക്ഷൻ പാർട്ടിൽ ഡി വരുന്നത്? റൂൾ നമ്പർ 2. അതുകൊണ്ട് റൂൾ നമ്പർ 2 നമ്മൾ ആ റോയിൽ എഴുതുന്നു കേട്ടോ, റൂൾ നമ്പർ 2. ഇനി റൂൾ നമ്പർ 2ൽ ഡി പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ കണ്ടീഷൻ? ഇഫ് എ ദെൻ ഡി എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എ ഓൾറെഡി ഡാറ്റാബേസിലുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഡി ഈസ് ട്രൂ. അപ്പോൾ ഡി ട്രൂ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ കേസിൽ സിയും ഡിയും പ്രൂവ് ചെയ്തു, ഇൻറ്റേൺ എച്ച് ഇ പ്രൂവ് ചെയ്തു, ഇ പ്രൂവ് ചെയ്ത് എച്ച് ട്രൂ ചെയ്തു. അപ്പോൾ നമ്മളുടെ ഫാക്റ്റിനകത്ത് എ ബി സി ഡി എഫ് അവിടെ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ കണ്ട ഗോള്, അതായത് എച്ച് ഈസ് ട്രൂ, ഞാൻ പറഞ്ഞല്ലോ ഡെങ്കിപ്പനിയാണ് എന്നുള്ളതിന് വേണ്ടുന്ന എല്ലാ ഘടകങ്ങളും ഈ രോഗിയിൽ കണ്ടു ഡോക്ടർ, ഇങ്ങനെ പ്രോസസ്സിങ്ങിൻ്റെ രീതിയിൽ. സോ വി വിൽ സ്റ്റോപ്പ് ദെയർ. ഇങ്ങനെ പോകുന്നതാണ് ബാക്ക്വേർഡ് ചെയിനിങ്. ഓക്കെ, ഇത് നിങ്ങൾ 2-3 ആവർത്തി എൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിക്കാവും. ഓക്കെ, ദാറ്റ്സ് ഓൾ.